ഗൈസ്, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പ്ലക്ക് അമ്മയ്ക്ക് നിങ്ങൾ എന്താ മറുപടി കൊടുക്കാത്തതെന്ന്. ഹലോ, എക്സ്ക്യൂസ് മീ, കുറേ എണ്ണം അങ്ങനെ എൻ്റെ പിറകേ ഉണ്ട്. ഞാൻ നല്ല ഭക്ഷണം കഴിക്കും, നല്ല ടേസ്റ്റി ഭക്ഷണം, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കും. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന ആ ഒരു പ്രത്യേക സംഗതിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ഈ മുൻപ് നടന്ന കാര്യമാണ്, എപ്പോഴല്ല, അവിടെ ഒരു 3 years ബാക്ക് നടന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും ഒരു ചാനൽ ഉണ്ടാക്കുക, ചപ്പീന ബീബി ചപ്പീന ബീബി ചപ്പീന ബീബി, ഇവർ പിന്നെ പറയുന്നുണ്ട് ചപ്പീന ബീബി ബെറി താത്ത, ഇങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ഉണ്ടാകും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്, മുഖം നോക്കാതെ കാര്യം പറയുന്ന വ്യക്തിയാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ആധികാരികതയുണ്ടാകും, അത്യാവശ്യം അനുഭവജ്ഞാനമുണ്ടാകും. അതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻസാണ്. അത് കാണുമ്പോൾ എൻ്റെ ഈ നല്ല ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ആ പ്രത്യേകിച്ച് എൻ്റെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുള്ള എനിക്ക് സാധകമായിട്ടുള്ളതെല്ലാം കിട്ടിയതിന് ശേഷം വരുന്ന ദാറ്റ് സ്പെസിഫിക് വേസ്റ്റ്, അത് ഫ്രഷായിട്ട് എടുത്തുകൊണ്ട് പോകാൻ കാത്തു നിൽക്കുന്ന ഒരു പ്രത്യേക തരം വിങ്ങാണത്. ആ വിങ്ങിലെ ഇപ്പോഴത്തെ പ്രധാന കണ്ണിയാണ് പ്ലക്കമ്മ. അപ്പം നമുക്ക് ആ പാട്ട് വെച്ച് അതങ്ങോട്ട് തുടങ്ങാം. പ്ലക്കമ്മേ നിന്നെ കാണാൻ പ്ലക്കിനായ ആളുകൾ വന്നു. ഇപ്പം ആരും വരുന്നില്ലല്ലേ? പ്ലക്കിന് ആരും വരുന്നില്ല ഗായ്സ്. ആ ഒരൊറ്റ വേദന കൊണ്ടാണ് തള്ള ഇരുന്നുകൊണ്ട് പ്ലക്കി തള്ളുന്നത്. എനിവേ, ഞാൻ ഇവരുടെ കുറേ സംഗതി എടുത്തു വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നിയമമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എടുത്തു വെച്ചപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് മുഴുവൻ അങ്ങനെയാണ്. ടു ദ സൈക്കോ ഫാൻസ് ഓഫ് ഷെഫീന ബീബി. എൻ്റെ ഫാൻസിനെയൊക്കെ സൈക്കോ ഒന്ന് വിളിച്ചിന്. യെസ്, ഓഫ് കോഴ്സ് എൻ്റെ ഫാൻസ് എല്ലാം തന്നെ സൈക്കോളായിരിക്കും. നിന്നെ കൈ കിട്ടി അവർ വരഞ്ഞ് കീറി ഉപ്പും മുളകും പുരട്ടി ഉണക്കാൻ വയ്ക്കും. അത് ഒരിത്. അടുത്തെന്താണ്? ഷെഫീന ബീബിയുടെ പതനം തുടങ്ങി. എന്ത് സുന്ദരമായ ചപ്പന, എന്തോരോ ചപ്പന. ഷെഫീനയുടെ ധനി നിറം പുറത്ത്. അതിനകത്ത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ പാതിരിയുടെ മുഖവും കൂടെ വെച്ചിട്ടുണ്ട്. പണം തട്ടലാണ് മെയിൻ. അല്ല, ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ എൻ്റെ മുഖം അവിടെ വെച്ചേക്കണ്ടേ? നിനക്കറിയാമോടി എൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ തന്നെ നിനക്ക് പണി തരാൻ പറ്റുമെന്ന്. നീ ഇനി എഴുതുമ്പോഴത്തേക്ക് അത് മാറ്റി എഴുതാൻ നോക്ക്. അല്ല, ഉദ്ദേശം ആണ്, അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇനി എന്താ വേറെ ഉണ്ട്? കുട്ടികളെ മോശം പറയുന്ന നിന്നെ നാട് കടത്തണം. പിന്നീട് നീയൊക്കെ കുറെ കാലം കൊണ്ട് വിചാരിക്കുന്നത് എന്താ? ആര് പറഞ്ഞു നിനക്ക് എന്നെ നാട് കടത്തണം എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയും കണ്ട ഭയങ്കര ടെൻഷൻ വരും, ഭയങ്കര വെപ്രാളം. സിജോ പറഞ്ഞു തന്നായിരിക്കും അല്ലേ? പണ്ട് സിജോ എനിക്കെതിരെ ഇതുപോലൊരു വീഡിയോ ചെയ്തു, എന്നെ പാകിസ്ഥാനി പറഞ്ഞു വിടണമെന്ന്. അവനത് പറഞ്ഞതേ അവൻ ഓർമ്മയുള്ളൂ. റോക്കി ബായിയുടെ കൈകൾ റോക്കായിട്ട് അവൻ്റെ മുഖത്തേക്ക് പോയി പതിക്കുക മാത്രമല്ല, പല്ല് കുറേ നഷ്ടപ്പെടുകയും സർജറി ചെയ്തത് റെക്ടിഫൈ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. ദാറ്റ് ഈസ് കാൾഡ് ഗോഡ് പവർ. നീ റൂഹി ജാൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? സോൾ പവർ. വേണ്ട പോട്ടെ. അപ്പോൾ എന്നെ നാട് കടത്തണമെന്ന് പറഞ്ഞാൽ നീ പല്ലൊന്ന് സൂക്ഷിച്ചോ കേട്ടോ. അത് എവിടെയെങ്കിലും വീണോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിയോ ഇളക്കാൻ ചാൻസസ് ആണ് തയ്യാർ. പിന്നെന്തുവായിരുന്നു? വേറെ എന്തൊക്കെയുണ്ടല്ലോ. എൻ്റെ മുഖത്ത് എന്തൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് ആ ഫോട്ടോ എങ്ങനെ ഇച്ചാ പിടിച്ചു. അതാണടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിലിങ്ങനെ നോക്കണം. ടെറിഫിക്. നീയോ? അതെൻ്റെ തമ്മനയിലുണ്ട്, അത് തന്നെയാണ് നീ. തവളക്കുട്ടി. സമൂഹത്തിന് ഭീഷണിയാകുന്ന യൂട്യൂബേഴ്സിനെ നിരോധിക്കുക. അത് ഞാനെടുത്ത് റിയാക്ട് ചെയ്തൊരു സാധനം. ആക്ച്വലി നീ ബി ഡി സതീശനെയൊക്കെ വിളിച്ച് ഈ കാര്യമൊക്കെ പറയുമ്പോൾ പുള്ളി തന്നെ ആകെ കിണിഞ്ഞ് കുത്താമ്പോളം എടുത്ത് കിടക്കുകയാണ്. മാധ്യമ പ്രവർത്തകരെ കൊണ്ടുള്ള ശല്യമേ അങ്ങേർക്ക് സഹിക്കാൻ വയ്യ. അപ്പോഴാണെങ്കിൽ യൂട്യൂബേഴ്സ്, ഞാനെങ്ങാണ് അങ്ങേരെ എടുത്താലുണ്ടല്ലോ പള്ളി ഇതൊന്നും ആയിരിക്കത്തില്ല, ഞാൻ എടുക്കൂല. എന്താണെന്നറിയാമോ? നമ്മൾ ഈ പറയുന്ന രീതിയിൽ ശകാവാണ്. ഈ അത്യാവശ്യം നമുക്കൊരു ഒപ്പോസിഷൻ എന്നുള്ള ഒരു തോന്നൽ വന്നാൽ പോലും അവൻ സക്സീഡ് ചെയ്യും. കാരണം നമ്മൾ ഒപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടാകണം. ദാറ്റ് ക്വാളിറ്റി ഉള്ളവരെ ഞാൻ ഒപ്പോസ് ചെയ്യാറുള്ളൂ. നീയൊക്കെ വെറും പുഴു, കീടം, ഷിറ്റിലെ കീടം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഏതൊക്കെയായിരുന്നു? ഇത്രയുള്ളോളാ? അയ്യോ ഇല്ല, കുറേ കൂടെ ഉണ്ട്. വേറെയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നിനും വ്യൂ പോയിട്ടില്ല. ആരാ? 252 വ്യൂ, 435 വ്യൂ. ജെൻസി കുട്ടികൾക്ക് വേണ്ടിയിട്ടിട്ടത് വ്യൂ. മറ്റേ ലവക്ക് വേണ്ടിയിട്ടത് കുറച്ച് ഓടിയിട്ടുണ്ട്. മിസ്റ്റർ ബൈജു, ഒന്ന് കണ്ണ് തുറത്ത് നോക്കൂ. ആ മിസ്റ്റർ ബൈജുവിനെ വെച്ചിട്ടുള്ളത് അത് ചിരിപ്പുല ഓടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഷെബീന ബീവിയുടെ പേരിട്ടാൽ മാത്രം ഓടുന്ന ഒരു ചാനൽ. നാണയില്ലേ പറട്ട തള്ളയെന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. എനിവേ, നീ ഡെയിലി ഇരുന്നു കൊണ്ട് എന്നെ അമരാവതം പറയുമ്പോൾ
ഇത് കേട്ട് ഞാൻ മുണ്ടാണ്ട് കുത്തിയിരിക്കും എന്നുള്ള നിൻ്റെ ആ പ്രതീക്ഷയുണ്ടല്ലോ. അല്ലടി നീ എൻ്റെ പതനത്തിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ആരെങ്കിലും തെറി വിളിച്ചു, ഞാൻ ആരെങ്കിലും മോശം പറഞ്ഞു, നീ പിന്നെ എന്തുവാ ചെയ്യുന്നത്? നിനക്കാകാം, എനിക്കാകാൻ പാടില്ലേ? എന്തടിസ്ഥാനത്തിൽ? നീ ഞാൻ തമ്മിലുള്ള പ്രശ്നം എന്തുവാ? എന്താണ് എൻ്റെ സാമൂഹിക വിപത്ത് എന്നൊന്ന് എഴുന്നള്ളിക്കാമോ? തള്ള അഡ്രസ്സും കൂടെ ഒന്ന് എഴുതിയിടുവോ? ഭയങ്കര ധൈര്യമായിട്ട് തള്ള അഡ്രസ്സും കൂടെ. അഡ്രസ്സ് കിട്ടിയിട്ടില്ലടി, ചമ്പരൊക്കെ ഞാൻ ഒപ്പിച്ച്, ഇനി അഡ്രസ്സും കൂടെ കിട്ടിയാൽ മതി. ഈ അഡ്രസ്സ് കൊടുക്കാനുള്ള ഡിലേ കാരണം പലതും ഡിലേ ആകുന്നുണ്ട്. ജനിക്ക് തരാൻ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ എണ്ണാക്കി തന്നെ കൊണ്ടുവന്നിട്ട് എന്നാൽ അതിൻ്റെ ഫൈനൽ വർക്കായിരുന്നു. എനിവേ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ കയ്യിൽ ഇണ്ടാസ് വരുമ്പോൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവൾക്ക് മറുപടി കൊടുക്കാൻ പറയുന്നവരുടെ അടുത്താണ് പലയിടങ്ങളിലിരുന്ന് പല പേപ്പട്ടികൾ പല കൊരകൾ നടത്തും. നമ്മളതൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇരയല്ല, മനസ്സിലായി? അതാണ് പേര് പോലും പറയാത്തത്. ഇരയല്ല എന്ന് മാത്രമല്ല, നമുക്ക് എതിർക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി പീപ്പിൾസ് ആണ് നമ്മുടെ പ്രതിപക്ഷത്ത് നിൽക്കാനുള്ള ആ ഒരു ഇതുള്ളത്. ഇപ്പം നമ്മളൊരു ഇലക്ഷന് നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു എതിർക്കാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിത്വം വേണ്ടേ? അതില്ല. ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് തിങ്, ഇവർ ഗ്രൂപ്പാണ്. ഐ ആം എ സിംഗിളായിട്ട് ഇവിടെ നിൽക്കുന്നു. എൻ്റെ കൂടെ അവരുണ്ട്, എൻ്റെ കൂടെ ഇവരുണ്ട്, എൻ്റെ കൂടെ മറ്റവരുണ്ട്, അവരും ഞാനും എല്ലാവരും കൂടെ ചേർന്ന് ജോയിൻ്റ് ആണ്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ശക്തമായി എതിർക്കും എന്ന് പറയുന്നിടത്ത് തന്നെ അവരെ ഡിഗ്രിയും അവരെ ലെവലും 0 ആയെന്ന് മാറുന്നില്ലേ? ഞാൻ അപ്പോഴും എന്താ പറയുന്നത്? ഐ ആം എലോൺ. എനിക്കിത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. യാതൊരു രീതിയിലുള്ള റെക്കമെൻഡേഷനോ മണി പവറോ മസിൽ പവറോ വജൈന പവറോ ഒന്നും ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കുന്ന ഒരൊറ്റ കാര്യം, ദിസ് പവർ. അത് കറക്റ്റായിട്ട് എത്തേണ്ടടുത്ത് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഇവക്ക് മറുപടി കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയരുത്. മറുപടി എന്നെ കൂടെ പറ്റും, പക്ഷെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇച്ചിരി സ്റ്റാൻഡേർഡായിപ്പോയി. ഞാനിപ്പോൾ ഇത്രയൊക്കെ സബ്സ്ക്രിപ്ഷനൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ അവർക്കും കൂടെ ഒരു റെസ്പോൺസിബിളാണ്. എന്നെ കാണാൻ വരുന്നവർക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവില്ല. പിന്നെ ഇനി വാട്സപ്പിൽ കിടന്ന് എന്നെ വഴക്ക് പറയും, മിണ്ടായിരിക്കേ, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, താളം ചവിട്ടും. എനിക്കത് കേൾക്കാൻ വയ്യ. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ മറുപടി ഉണ്ട്, മനസ്സിലായല്ലോ? പിന്നെ എൻ്റെ വീട് അന്വേഷിച്ച് നടന്ന് കഷ്ടപ്പെടണ്ട. നേരിട്ട് വന്നാൽ നല്ല പോലെ ഉണർത്തിയായിട്ട് മുഖത്തേക്ക് ഞാൻ നല്ല പോലെ കപം കെട്ടിയ ഒരു സാധനം കിട്ടുവരും. അമ്മാതിരിയുള്ള സാധനം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അവിടെ ഇവിടെ ഇരുന്ന് കണ്ടവന്മാരെ കൊണ്ടൊക്കെ തെറി വിളിപ്പിക്കുകയും പോക്കൃത്തര വർത്തമാനം പറയുകയും ചെയ്യുമ്പോൾ നീ കണ്ടന്റ് മാറി പോകരുതല്ലോ, നീ എന്നെ കൊണ്ട് തന്നെ തിന്നണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇത് വർഷക്കണക്കായിട്ട് ഒരുത്തി അവിടെ ഇരുന്നുകൊണ്ട് കുരയ്ക്കുന്ന കണ്ടില്ലേ, വർഷക്കണക്കായിട്ട് ഓരോന്ന് പറയുന്ന കണ്ടില്ലേ. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഞാൻ നിനക്ക് പൈസയൊന്നും തന്നിട്ടില്ലല്ലോ, ഞാൻ നിന്നെ സഹായിച്ചിട്ടുമില്ല, പിന്നെ നിനക്കെങ്ങനെ എന്നോട് ഇത്ര വൈരാഗ്യം? ഓൺലി ചാനൽ വളർത്തുക, ചാനൽ മോളെ നിനക്ക് അറിയത്തില്ല, മുരടിച്ച് പോകും. എന്നെ ടാർഗറ്റ് ചെയ്യണോ അന്ന് മുതൽ ചാനൽ മുരടിപ്പാണ്. സംശയം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നവരടുത്ത് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ചാനൽ നമ്പേഴ്സ് ഓഫ് സബ്സ്ക്രിപ്ഷൻ കൂടുവന്നതിനപ്പുറം ദാറ്റ് മുരടിക്കൽ വിൽ ബി ദെയർ. ഒരേ രീതിയിലുള്ള വികസനമോ പ്രൊമോഷനോ ഉണ്ടാവത്തില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ക്വാളിറ്റി പീപ്പിളിനെ എതിർക്കുമ്പോൾ ആ ക്വാളിറ്റി നമുക്ക് ഉണ്ടാകണം. ആ ക്വാളിറ്റി ഇല്ലാത്തവർ ക്വാളിറ്റി പീപ്പിളിനെ എതിർക്കാൻ നിൽക്കരുത്. നാണണ്ടടി. അല്പം കിട്ടിയ ഒരു പൊസിഷനാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുന്നതല്ല, പലരും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനാണ് ഈ ബിഗ് ബോസ് എന്നുള്ളത്. അതിൽ പോയിട്ട് പോലും സ്വന്തം ക്രെഡിബിലിറ്റി മനസ്സിലാകാതെ ഇങ്ങനെ ചന്ത പെണ്ണുങ്ങളെ പോലെ ചവീന ബീവി എന്നെ തീർത്ത് വിളിക്കുമ്പോൾ പിന്നെ നിന്റെ മോളെ ഞാൻ ഉമ്മ എന്ന് വിളിക്കണോ? അടി, നിന്റെ മോളെ ഞാൻ എടുത്ത് താലത്തി വെക്കണോ? എന്തായാലും ആ കൊച്ചിന് നല്ല സൂപ്പർ സാധനം നീ കൊടുക്കണേ. ആ പെൺകുട്ടീനെ ഓർത്തുകൊണ്ട് മാത്രമാണ് പലയിടങ്ങളിലും ഞാൻ പിന്നോട്ട് പിടിക്കുന്നത്. അതങ്ങ് ആ അതിർവരമ്പ് ഞാനങ്ങ് ലംഘിക്കുക. അത് ഞാൻ കൃത്യമായി പറയേണ്ടവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് കൃത്യമായ നടപടിയില്ല വെച്ചാൽ എൻ്റെ അതിർവരമ്പിൻ്റെ ലെവൽ അവിടെ തീരും. പിന്നെ നിങ്ങൾ കാണുന്ന ചരിത്രമായിരിക്കും. നല്ലപോലെ ഞാനങ്ങ് തരും പന്ന മോളെ. നിർത്താൻ ഞാൻ പറയത്തില്ല, കാരണം നിനക്കതാണല്ലോ. നമ്മളെപ്പോലെ വിശാലമായ കാഴ്ചപ്പാടോ ഒത്തിരി സബ്ജക്റ്റോ ഒത്തിരി കണ്ടന്റ് എന്നുള്ളത്, ദർ ഈസ് ഓൺലി വൺ കണ്ടന്റ്, ദാറ്റ് ഈസ് ഷെഫീനാസ് ഷീറ്റ്. ഓൾവേസ് ടേസ്റ്റ്, ഈറ്റ് ഇറ്റ് ടടാ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. പേര് പറഞ്ഞു ഒരു അട്രാക്ഷൻ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ചാനലൊന്ന് ഗ്രൂ അപ്പ് ആവണം, എന്നിട്ട് അതിൽ കയറി തൂങ്ങണം. അതാണ് ഉദ്ദേശ ലക്ഷ്യം. നാളിതുവരെ അഭിപ്രായം കൃത്യമായ, അതായത് നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ അതിനൊരു കൃത്യത ഉണ്ടാകണം, അതിൽ നമ്മൾ അഡമൻ്റായി നിൽക്കണം, അല്ലെങ്കിൽ അതിനെ ഒരു ശരിയായ രീതിയിൽ ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ഇതൊന്നും സാധിച്ചിട്ടില്ല. ഷെബീന ബീബി സാമൂഹ്യ വിരുദ്ധ് നീയാണ്. ഇതൊക്കെ നീ ക്യാമറയെ നോക്കി പറയുമ്പം ഈ സർവത്ര സാധനവും നീ എന്ന വിഷമാണ്.
നിന്റെ ഉള്ളിലെ വിഷമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ. നല്ലൊരുത്തരം നോക്ക്, നടന്നു ഈ തവളയെ പുറത്ത് ആര് കയറാൻ? കണ്ടാൽ തന്നെ ഒരു തവള മുറി. തവക്കളെ ആർക്ക് വേണം? അതിൻ്റെ ഫ്രസ്ട്രേഷൻ എൻ്റെ അല്ലേ കൊണ്ടുവന്ന് കയറ്റിയിട്ട് കാര്യമില്ല. എനിവേ, നേരിട്ട് വന്നാൽ നല്ല മറുപടി തരാം കേട്ടോ. എൻ്റെ ഉച്ച അടിച്ച് ഞാൻ കുളമാക്കും.